ഈ ആട് ജീവിതം സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് ചില ഇന്റർവ്യൂസ്, പിന്നെ ഈ കഥ, നമ്മുടെ കുടുംബത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ കറക്റ്റ് ആയിട്ട് പറയുന്നുള്ളൂ. എന്താ ചോയത്? അത് പിന്നെ ഈ ഫ്രാഡുകളുടെ ഒരു ടെക്നിക്കാണ്. നമ്മുടെ കുടുംബ ചരിത്രത്തിന്റെ അറ്റവും മൂലം അറിഞ്ഞു വന്നിട്ട് നമ്മളെ ചീറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. പൃഥ്വിരാജൊക്കെ കിടന്ന് വണ്ണം കുറച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞു നടക്കുന്നത്. ഇവൻ എന്തിനാ ഈ വണ്ണം കുറച്ചത് ഇങ്ങനത്തെ കോംപ്രമൈസ് ചെയ്യുന്നിടത്ത്? വണ്ണം കുറച്ചു, പട്ടറി കിടന്നു, ഞാൻ അവിടെ നിന്ന് നോക്കിയിരുന്നു ആരാണ്ട് തിന്നുന്നത്, എന്തോന്ന് ക്രൂലുള്ളവരൊക്കെ തിന്നുന്നത് ഞാൻ നോക്കിയിരുന്നു, വെള്ളം ഇറക്കുക പറയുന്ന ടൈപ്പ് ഇന്റർവ്യൂസ്. അയാൾ ആളൊരു ചൂടനാ, ഞാൻ അയാളെക്കാൾ വലിയ ചൂടനാ. അയാൾക്ക് എന്തിനാ ഒരു കണ്ണടയും പിന്നെ ഒരു ചങ്ങലയും? അത് കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരു പൊങ്ങച്ചക്കാരനാണ്. പൃഥ്വിരാജ് വരുമ്പോഴേ അല്പത്തരത്തിന്റെ ഒരു ഇത് നമുക്ക് തുടങ്ങും. പൃഥ്വിരാജ്, മോഹൻലാല് എന്നാ നടത്തില്ല, ഇവര് വരുമ്പോഴത്തേക്കും അല്പത്തരവാ. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. ഇത്ര അല്പന്മാരാണെന്നുള്ളത് ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകുന്നത്. തള്ളു അല്പത്തരവും തള്ളു അല്പത്തരം, ഇത് രണ്ടും കോംബോ മോഹൻലാലും പൃഥ്വിരാജും. ഇതാണോ നീ പറഞ്ഞ വട്ട് കേസ്? വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത്? പൂട്ടിയിടുന്നു. പടം ഒരു ആവറേജ് പടമാണ്, അതിന് ഇത്രയൊക്കെ ഉള്ളൂ, സാധ്യത ഉള്ളൂ. അല്ലാതെ അപ്പുറത്തോട്ട് കയറ്റി ഇത് മഹത്തായ മൈര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു നീയാണല്ലോ കോടതി ഓടാമയില് ഇത് മഹത്തായ മൈര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു അത്ര വലിയ മൈരൊന്നും അല്ലെന്ന്. മോഹൻലാൽ ഫാൻസിനെ പോലത്തെ വിവരം, വിദ്യാഭ്യാസം, ബോധം, വെളിവില്ലാത്ത തീരെ ബുദ്ധിയില്ലാത്തവന്മാരുണ്ട്. കുടുംബത്തിൽ കയറി വന്ന് അസംബന്ധം പറയുന്നു. അങ്ങനത്തെ കുറെ പാൻസ് അങ്ങനത്തെ ഉണ്ണാക്കന്മാർക്കൊക്കെ പിടിക്കുമായിരിക്കും ഈ വക ഐറ്റത്തിനെയൊക്കെ. അധികം നിന്ന് വാചകം അടിച്ചാ നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. എന്നിട്ട് കോസ്കാറിനെ വിടാൻ പോവാ. ഇങ്ങനത്തെ കോംപ്രമൈസ് ഒക്കെ ചെയ്തിട്ട് കോസ്കാർ എന്ന് പറയാൻ നാണമുണ്ട്, ഉളപ്പുണ്ട് ഇവനൊക്കെ. இந்த 10 lakhs அட்வான்ஸ். என்னோட நெக்ஸ்ட் படத்துக்கு நீ தான் டைரக்டர். அந்த படம் பெரிய ஹிட் ஆகணும். வேற ரிவ்யூவர் ஒன்று மாதிரி அந்த படத்தை ட்ரோல் பண்ணானே, நீ சத்த.